I was reading your profile and I've been like ഒരു 3 വർഷം മുന്നേ ഇങ്ങനെ ഒരുപാട് സ്ക്രീനിൽ നമ്മൾ കണ്ടു. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമും അതിനേക്കാൾ ഉപരി ഒരു വലിയൊരു ഓൺട്രപ്രണറാണ്. ഔട്ട്സൈഡ് ഇന്ത്യ യു ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് യുവർ സ്പേസ്, യു ആർ എ ഡാൻസർ, യു ആർ എ യോഗ പ്രാക്ടീഷണർ, യു ഹാവ് ട്രെയിൻഡ് ആക്ടേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി. ആൻഡ് ഞാൻ കൂടുതലും ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ യുവർ എക്സ്പീരിയൻസ് ഇൻ ദ ടെലിവിഷൻ ഇൻഡസ്ട്രിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ ബേസിക്കലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഇവൻറ്റ്, ആ പ്രോഗ്രാമിനകത്ത് യു ഹാവ് ബീൻ ലൈക്ക് വെരി ആക്റ്റീവ്, യു ഹാവ് ബീൻ വെരി അസേർട്ടീവ് അബൌട്ട് വാട്ട് യു ആർ. സോ ടെൽ മി why did you first of all chose to be in part of it, and your entire journey with Big Boss, a TV reality show, especially it's a reality show where you have to be you, and you would have represented your thoughts when you decide. It was never about a financial burden or any of the aspects that usually people forced to take. So why did you take it up, and how was your journey? A very good evening to one and all of you. Ithring kuda sound utama. Lovely panel. Respect to each one of you. ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രീനെ ബിഹാഫ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നൊരു വോയിസ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്ലി ക്വസ്റ്റ്യൻ. ആക്ച്വലി ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് ഞാൻ പോകുമ്പോൾ മോർ ദാൻ ഓഫ് കോഴ്സ് ഒരു റിയാലിറ്റി ഷോയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എക്സ്പോഷറാണ്. ആൻഡ് കോവിഡ് സമയമായിരുന്നു. അവരുടെ സൂം ഇൻ്റർവ്യൂവിൽ അവർ തന്നെ ഏഷ്യാനെറ്റ് പാനലും എൻ്റെ മോൾഷായൻ്റെ പാനലിലെ ആൾക്കാരും ഇൻ്റർവ്യൂവിൽ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഇമേജും പ്രൊഫൈലും ഉണ്ടല്ലോ, ഈ ഷോയിലേക്ക് വന്നാൽ നിങ്ങളുടെ ഇമേജ് എങ്ങനെയും പോവാം. മൈ ഓൺലി ആൻസർ വാസ്, ഐ ഹവ് ബീൻ എ ഡാൻസർ ഓൾ മൈ ലൈഫ്. ഈ യൂഷ്വൽ ടിപ്പിക്കൽ ക്ലീഷേ സ്റ്റോറീസ് ഉണ്ട്. പണ്ട് തൊട്ടേ ഡാൻസർ ആവണം, കലാക്ഷേത്രയിൽ പോകണം, കലാമണ്ഡലത്തിൽ പോകണം, അമ്മ ഡാൻസറാണ്, തോട്ട് അമ്മ വുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ബട്ട് ഷീ ഡിഡ്ന്റ്. അയ്യോ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയൊന്നും പറ്റില്ല. ഗോട്ട് മാരീഡ് അറ്റ് 20. അന്ന് അമ്മ തമാശയ്ക്ക് പറഞ്ഞ ഒരു കാര്യമാണ്, നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിൻ്റെ ഭർത്താവ് സമ്മതിച്ചാലോ. എനിക്ക് ഭാഗ്യമുണ്ടായി, ഭർത്താവ് സമ്മതിച്ചു. ബട്ട് ഡിസ്പൈറ്റ് എനി ഇൻഡസ്ട്രി, what I have understood is, if you want to be someone, you have to shout and scream, like how Jolly Ma'am was saying. You have to shout and scream and make your presence extra loud. എനിക്ക് ഇത്രയും പൊക്കവും അത്യാവശ്യം ഒരു അഹങ്കാരി ലുക്ക് ഉണ്ടെങ്കിലും, സത്യമായിട്ട് ഞാൻ അഹങ്കാരിയല്ല കേട്ടോ, എൻ്റെ അടുത്ത് ഒന്ന് വന്ന് സംസാരിച്ചാൽ ഐ വിൽ സ്മൈൽ. ബട്ട് ഇറ്റ് ഇസ് മൈ ഡിഫെൻസ് മെക്കാനിസം ദാറ്റ് ഐ ഹാവ് കാർവ്ഡ് മൈ ലുക്ക് ലൈക്ക് ദിസ്, ആൻഡ് ഐ എം നോട്ട് സ്കെയർഡ് ടു സ്റ്റാൻഡ് ലൈക്ക് ദിസ്. കാര്യം ആരും വരില്ല, ഒരൊറ്റ നോട്ടത്തിൽ അവിടെ നിൽക്കും. I know that. I have cultivated that. Because പലയിടത്തും ഐ റിയലൈസ്ഡ് എനിക്ക് ഒരു പ്രോഗ്രസ് വേണമെങ്കിൽ, അപ്പോൾ മലേഷ്യയിലായിരുന്നു, അവിടെയും ഇതുപോലെ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡാൻസ് പെർഫോമറായിരുന്നു, ടീച്ചറായിരുന്നു. ബാത്റൂം കഴുകാൻ പറഞ്ഞാൽ ബാത്റൂം വരെ കഴുകും. ബിക്കോസ് യു ജസ്റ്റ് വോണ്ട് ടു ഗെറ്റ് ഓൺ ദ സ്റ്റേജ്. ബിക്കോസ് വൺസ് എ പെർഫോമർ, ഐ എം ഷുവർ all of them will resonate with me. Once a performer, all you want to do is show your skill, show your talent, show your creativity, put it out there and let people know that you have something to say. അത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, 99 out of 100 people wants to show themselves on the screen. ഇല്ല എന്ന് പറയുന്നത് വെറും നുണയാണ്. എവ്രിബഡി വോൺസ് അറ്റ്ലീസ്റ്റ് ഒരു സീനിൽ, അല്ലെങ്കിൽ കാശുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു സിനിമ പിടിക്കണം. ഞാൻ കണ്ടേക്കണ എല്ലാ മനുഷ്യർക്കും എവിടെയെങ്കിലും. സോ ഞങ്ങളൊക്കെ തീരുമാനിച്ച് കച്ചകെട്ടി ഇറങ്ങിയേക്കണ ആൾക്കാരാണ്. സോ കെൻ യു ഇമാജിൻ വാട്ട് കൈൻഡ് ഓഫ് പാഷൻ വി വുഡ് ഹാവ് ടു ഗെറ്റ് ദറ്റ് ഓപ്പർച്യൂണിറ്റി ഓൺ സ്റ്റേജ്. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റീസ് ചില സമയം മിൽക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ചില സമയമല്ല. ലെറ്റ് us be very frank. It's 90% of the time. Okay, if I give you a chance, that is there. And that is not just in Malayalam industry, that is in every, if there is a stage, there is that deal breaker. ഞാൻ ഇപ്പം നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരാം, എനിക്ക് എന്താ തിരിച്ച്. ഡാൻസിലും ഉണ്ട്, ഡാൻസ് വേൾഡിലും ഉണ്ട്, എവ്രി വേൾഡ്. ഇഫ് ഐ ഡു സംതിങ് ഫോർ യു, വാട്ട് ആർ യു ഗോണ ഗിവ് ബാക്ക് ടു മീ?
And believe me, as a woman, I have decided I have nothing to give you but my talent and my creativity. And that was a decision I had made. അപ്പോൾ coming back to your question, because I digressed a bit, എൻ്റെ അടുത്ത് ആ പാനലിസ്റ്റ് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞത് എൻ്റെ ഇതുവരെയുള്ള ഇമേജ് ഞാനാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യേ, പക്ഷേ യോർ വ്യൂവർഷിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ലെറ്റ് മീ ഹാൻഡിൽ ഇറ്റ്. ഇനി നിങ്ങൾ വലിച്ച് താഴെ ഇട്ടാലും അത് പൊക്കിക്കൊണ്ട് വരാനുള്ള മാർഗ്ഗമൊക്കെ എനിക്കറിയാം. ബിക്കോസ് ഐ വിൽ വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. ആൻഡ് ദാറ്റ് ഹാർഡ് വർക്ക് ഇസ് മൈൻ. ദ കോൺഫിഡൻസ് ഇൻ ഹൗ മച്ച് ഐ ക്യാൻ വർക്ക് ഇസ് ഓൾസോ മൈൻ. സോ ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ്. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അങ്ങനെ ബിഗ് ബോസിലേക്ക് കയറിപ്പോയി. ഷോവിനെ കുറിച്ച് ഒരു അന്തവും കുന്തവും അറിയാതെയാണ് കയറിപ്പോയത്. സത്യമായിട്ട് പറയാണ്, ആരെ വെച്ച് വേണമെങ്കിലും സത്യം പറയാം. കോവിഡ് ടൈമായിരുന്നു. ഞാൻ കുറച്ച് എൻ്റെ റിസർച്ച് ചെയ്തു. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എപ്പോഴും ഷോവിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇമോഷണൽ സൈഡും ഞാൻ നോക്കാറുണ്ട്. പക്ഷേ ഐ ഫർഗോട്ട് ടു ലേൺ ദ ഓഡിയൻസ്. പക്ഷേ ഞാൻ ആ ഷോ പഠിക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടാഴ്ച ക്വാറന്റീൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ചെന്നൈയിൽ. ആ സമയത്താണ് ലാപ്ടോപ്പ് തുറന്ന് സീസൺ 1 സീസൺ 2 കുറച്ച് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായോ, ഇത് അടി ഉണ്ടാക്കേണ്ട ഷോ ആണ്. സ്പേസ് കിട്ടണമെങ്കിൽ അടി ഉണ്ടാക്കണം. ഒരു പുസ്തകം തുറന്ന് ഞാൻ എഴുതി. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് നോ ഹൗ ടു ഫൈറ്റ്. എവറി ഡേ വൺ വേ ഓർ ദി അതർ യു ആർ ഗോയിങ് ടു ഫൈറ്റ്. ആൻഡ് അവരിടയ്ക്കിടയ്ക്ക് നമ്മളെ പ്രോംപ്റ്റ് ചെയ്യും, ബി യു, ബി ദ റിയൽ യു. അത് ശരി. ആൻഡ് ദാറ്റ് വാസ് എ ഗുഡ് പ്രോംപ്റ്റ് ഫോർ മീ ബിക്കോസ് ഐ കൈൻഡ് ഓഫ് റോട്ട് ഡൗൺ ഹൂ ആം ഐ. വീട്ടിലെ സന്ധ്യ മനോജ് അല്ല ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കണ്ടേ എന്നുള്ളൊരു ക്ലാരിറ്റി ഞാൻ വരുത്തി. ബിക്കോസ് ഐ റെപ്രസെൻറ്റ് എ ലാർജ് സെറ്റ് ഓഫ് വിമൻ ഹു ഹാവ് ബീൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഔട്ട്സൈഡ് കേരള. ഞാൻ ജനിച്ചതും വളർന്നതും കുവൈറ്റിലാണ്. സൗദിയിൽ സ്കൂളിൽ പോയിട്ടുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഐ എം എ പച്ച മലയാളി. മലയാളി കുടുംബത്തിലെ എല്ലാവിധ റെസ്ട്രിക്ഷൻസും കൺസ്ട്രിക്ഷൻസും കേരളത്തിൽ അനുഭവിക്കാൻ പറ്റാത്ത ഫ്രീഡം ലെസ്നെസ്, നോട്ട് ലക്ഷറീസ്. എവറിബഡി തിങ്സ് ഓ ഗൾഫാണ്, സോ ഷീസ് നെവർ ഗോൺ ത്രൂ ഹാർഡ്ഷിപ്സ്. നോ, ഐ ഹാവ് കം ബാക്ക് ടു ഇന്ത്യ വെയർ എൻ്റെ പേരൻസ് ഹാവ് ഗിവൺ മോർ ഡ്രസ്സസ് ടു മൈ കസിൻസ് ആൻഡ് വി ഹാവ് എൻഡഡ് അപ്പ് വിത്ത് 3 ആൻഡ് ഐ ഹാവ് ലുക്ക്ഡ് അറ്റ് മൈ ഫാദർ ആൻഡ് സേ വി ഹാവ് ഓൺലി 3 ഡ്രസ്സസ്. നിനക്ക് തിരിച്ചു ചെല്ലുമ്പോൾ മേടിച്ചു തരാം. അടുത്ത കൊല്ലം സെയിം സ്റ്റോറി. വി ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. ഇറ്റ് ഈസ് നോട്ട് the brute perfumes and things that is only in my memory. There are struggles, there are difficulties. പക്ഷെ ഗൾഫ് ജാടയുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ല ഞാൻ. I know who I stand for. I'm a mother. If I'm an entrepreneur, then I represent those entrepreneurs. So every time something came onto my face, I did not react with my individual space, like how Jolly Ma'am was saying. It is not from an individual space. You are somewhere, if you are a performer, you are a representative of a large tribe. I'm again connecting what they have said. You are representing a large tribe. Whether the tribe is with you or not, there is a large tribe supporting you. And in all these years, I refuse to, confine myself to being a multitasker. ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല, എന്നെ കൊണ്ട് പറ്റൂല. കാര്യമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് കല്യാണം കഴിച്ച ഉടനെ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു. ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ് വൈഫ്, ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ് mother, I want to be the best daughter-in-law. I tried being the best daughter and I was like, what am I doing? Where is the best of me that I want? And I realized one thing at a, I think, sensible age of my life is that I cannot make another person happy. I can never make another person 100% happy. I can only make them momentarily happy. പക്ഷേ ആ മൊമെൻ്ററി ഹാപ്പിനെസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അകത്ത് പണ്ടാരം എന്നും പറഞ്ഞു കൊടുക്കുന്നത് ഈസ് നോട്ട് ഹാപ്പിനെസ് അല്ലേ. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ റിയലൈസ് ഐ എം ജസ്റ്റ് എൻ ആക്ടർ ഇൻ ലൈഫ്. നൗ ഇൻ ദ ഇൻഡസ്ട്രി ഐ എം എൻജോയിങ് ഇറ്റ് because I get to act another role without pretense.
സോ ആക്ച്വലി സിനിമാക്കാർ സിനിമയിൽ ആക്ട് ചെയ്യല്ല, അവിടെയാണ് ജീവിക്കുന്നത്. ബാക്കി ഫുൾ ടൈം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമല്ലേ? Hey, please clap for all of them. They have been in the industry for so many years. So എനിക്ക് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ പോയപ്പോൾ all that I thought was, it is not me. I'm representing so many people. I don't want to personally attack anyone. അത് കാരണം എന്നെ ചവിട്ടി കൂട്ടാൻ നോക്കിയപ്പോഴും ഞാൻ അതിനെ ഒരു സോഷ്യൽ കൺസ്ട്രൂഡ് ഐഡിയ ആക്കി. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. അതിനിപ്പോൾ എന്താ എത്ര തെറ്റ്? ഷെടാ, എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ പേർക്ക് ഇഷ്ടമല്ലേ. അപ്പം നിങ്ങളുടെ ഭർത്താവ് എങ്ങനെ ഭക്ഷണം കഴിക്കും? ഞാൻ എങ്ങനെ ഭക്ഷണം ഇങ്ങനെ കൈകൊണ്ട് കഴിക്കും. നിങ്ങളുടെ മക്കളോ? അവർക്കും ഭക്ഷണം കിട്ടിയാൽ പോരെ. ഫോർ മീ, ഐ എക്സാക്ട്ലി ലൈക്ക് ഹൗ ഷീ വാസ് എക്സ്പ്ലെയിനിങ്. ഐ വാസ് റിമെമ്പറിങ്, എനിക്ക് ഒരു 25 വയസ്സുള്ള മോനുണ്ട്, ഒരു 19 വയസ്സുകാരിയായ മോളുണ്ട്. ടുഡേ ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ ടു ദെം ഹൗ ടു ലിവ്. They are youngsters, they are Z generation, but they want to have children only because I have grown them up like that. They don't say, Amma, I'm not going to marry, I'm not going to have my children. എൻ്റെ മോള് 19 വയസ്സേ ഉള്ളൂ. അമ്മ, how many kids do you want? I said, hello, I have 2. You have how many ever you want. Because I've taken them everywhere. ഞാൻ ഡാൻസ് സ്റ്റേജിൽ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ക്രോൾ ചെയ്ത് പോയിട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് ചാടിപ്പോയി അവനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. They have lived with me, and every time I have to change my son's diaper, I look at Manoj and say, now it's your turn, go and change it. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നോക്കാനും പഠിക്കണം. It's equal parenting. We have discussed, I should have the time to spoil him, you also spoil him. You want to discipline him, you discipline him. I want to discipline him, I will discipline him my way. So both of them have understood that we are two individuals who are most important. You want to share, we will care. You don't share, you take care. So simple as that. I think with all the strong women and especially you, thank you so much for this absolute.